കഴിഞ്ഞ ദിവസം ദീപക് എന്ന 42-കാരനായ യുവാവിന്റെ ആത്മഹത്യ മലയാളികളെ വേദനിപ്പിച്ചത് ചെറുതായിട്ടൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ അർമാദിക്കുന്നവർക്ക് ഇതൊരു പാഠം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, മറ്റുള്ളവരെ കാരണങ്ങളൊന്നുമില്ലാതെ ജഡ്ജ് ചെയ്യുന്ന ആർക്കും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ അപമാനിക്കുക. അതിനിപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ വേണമെന്നില്ല. ഒരു സംഭവം കണ്ട് അതിനെ ചോദ്യം ചെയ്യുക, അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ, അയാൾക്കത് അപമാനഭാരമാകുകയാണെന്നുണ്ടെങ്കിൽ, അവരിതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നാളെ നമുക്ക് ദോഷമായി ഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും പൊതുജീവിതത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ പ്രതികരണങ്ങൾ അത് വേണ്ടയിടത്താണോ എന്നത് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തിയിട്ട് വേണം ഇത്തരം വിഷയങ്ങൾക്ക്, ഇത്തരം സെൻസിറ്റീവായ വിഷയങ്ങൾക്ക് പ്രതികരിക്കാൻ എന്നത് ഒരിക്കൽ കൂടി മലയാളിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമായി മാറുകയാണ് ദീപക്. സോഷ്യൽ മീഡിയ തീർപ്പുകൾക്ക് ഇതുപോലെ ജീവന്റെ വിലയുണ്ട് എന്ന് ഡോക്ടർ സൗമ്യ സരൻ കുറിച്ചിരിക്കുന്നു. അപ്പുറത്ത് നിൽക്കുന്നവനും ഒരു ജീവിതമുണ്ട് എന്ന് ഈ സഹോദരി ഓർക്കണമായിരുന്നു. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിൻ്റെയും അവൻ്റെ മാതാപിതാക്കളുടെയും ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ പല രീതികളിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ് എന്ന് ഡോക്ടർ സൗമ്യ സരൻ്റെ വിശകലനം. ബസ്സിൽ ലൈംഗിക അതിക്രമം എന്ന നിലയ്ക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ യുവതി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ആരോപണ വിധേയനായ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സൗമ്യ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഞാൻ ആദ്യം വിശദമായിട്ടൊന്ന് വായിക്കാം. ബസ്സിൽ വെച്ച് മോശമായി പെരുമാറി എന്ന് കാണിച്ച് യുവതി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം റീലിലെ യുവാവ് ആത്മഹത്യ ചെയ്തു. ആദ്യമേ പറയട്ടെ, ഒരാൾക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പുണ്ടാക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല. ഇവിടെ ഉണ്ടാകുന്ന തീർപ്പുകൾക്ക് ഇതുപോലെ ജീവന്റെ വിലയുണ്ട്. നമുക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ നിങ്ങൾക്കതൊരു വീഡിയോ എടുക്കാം, ആരും കുറ്റം പറഞ്ഞില്ല. പക്ഷെ അത് തെളിവിനായി മാത്രമാകണം. അല്ലാതെ അത് പരസ്യമായി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെ സംശയിക്കപ്പെടും എന്നതിൽ തർക്കമില്ല. ഇന്ന് ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്, നമ്മൾ കാണുന്നതാണ്. വധശിക്ഷ വരെ വിധിച്ചു കളയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതിൽ കാണുന്ന വ്യക്തിക്ക് എന്തൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നത് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ പല രീതികളിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കൂടുമ്പോൾ യഥാർത്ഥ കേസുകൾ പോലും സംശയമുനയിലാകും. സമൂഹത്തിന് ഇതിനെതിരെ പ്രതികരിക്കാൻ കൂടി തോന്നാതെയാകും. അത് യഥാർത്ഥ വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യം ആവുകയുള്ളൂ എന്ന് ഡോക്ടർ സൗമ്യ സരൻ കുറിക്കുന്നു. കുട്ടിക്കാലം മുതൽ താൻ സ്കൂളിൽ പോരുന്നത് ലൈൻ ബസ്സിലാണ്. എത്രയോ തവണ ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ കരഞ്ഞിട്ടുണ്ട്, പകച്ചു പോയിട്ടുണ്ട്. ഇന്നും അത് അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷെ അതിനുള്ള വഴി ഇതല്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. വീഡിയോ തെളിവിനായി എടുക്കാം, പക്ഷെ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. സഹോദരി, നിങ്ങൾക്ക് മാന്യമായി പരാതി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ലാതെ ഇതാണോ നീതി കിട്ടാനുള്ള വഴി? എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയ കയ്യിൽ കിട്ടുന്നത് എന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, അപ്പുറത്ത് നിൽക്കുന്നവനും ഒരു ജീവിതം ഉണ്ട് എന്ന്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ശനിയാഴ്ചയായിരുന്നു ദീപകിന്റെ 42ാം ജന്മദിനം. അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകനാണ് ദീപക്. അവധി ദിവസങ്ങളിൽ പൂർണ്ണമായും അച്ഛനമ്മമാരോടൊപ്പമാണ് ദീപക് ചിലവഴിച്ചിരുന്നത്. എന്താവശ്യത്തിനും സഹായത്തിനും ഓടിയെത്തുന്ന ആളായിരുന്നു ദീപക് എന്ന് എല്ലാവരും പറയാണ്. ദീപകിനെ അറിയുന്നവരെല്ലാവരും പറയാണ്. എന്തായാലും ഈ ലേഡിയുടെ രണ്ടാമത്തെ വിശദീകരണ വീഡിയോ കൂടി വന്നതോടെ വല്ലാതെ അസ്വസ്ഥനായിരുന്നു ദീപക്. രാത്രി കിടപ്പുമുറിയിലേക്ക് പോയ ദീപക് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റില്ല. 12 വർഷമായി കോഴിക്കോട് ഗോവിന്ദപുരത്ത് താമസിക്കുന്ന ദീപകിനെ കുറിച്ച് അയൽവാസികളായ വീട്ടമ്മമാർക്കുൾപ്പെടെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. സത്സ്വഭാവിയായ ദീപകിന് ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിനിടയിൽ മറ്റൊരു ബൈജു സ്വാമി എന്ന ഒരു പ്രൊഫൈലിൽ വന്ന ഒരു കുറിപ്പിൽ പ്രസക്ത ഭാഗങ്ങൾ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മോശമെന്ന് പറയുന്നില്ല. എങ്കിലും അതിൻ്റെ ദുരുപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹം വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. സോളാർ അതിജീവിത ഇപ്പോഴും ആ കൊട്ടേഷൻ ആരോപണങ്ങൾ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപയുമായി സുഖിച്ച് ജീവിക്കുമുള്ള അന്നത്തെ യഥാർത്ഥ ഇരയായ ചാണ്ടി സാർ മനപ്രയാസവും അതുമൂലം ആരോഗ്യം ക്ഷയിച്ച് രോഗബാധിതനായ അകാലത്തിൽ മരിച്ചു. ഒരു മുഖ്യമന്ത്രിയുടെ ഗതി അതായിരുന്നു എങ്കിൽ മുഖമില്ലാത്ത സാധാരണക്കാരനായ ഒരാളുടെ അവസ്ഥ എന്താകും? ഇത്തരം വ്യാജ ആരോപണങ്ങൾ നടത്തുന്നവരെ ശിക്ഷിക്കുകയും വ്ളോഗിംഗ് വഴി ഉണ്ടാക്കുന്ന പണത്തിന് സിൻടാക്സ് പോലെ വൻ നികുതി ചുമത്തുകയും ചെയ്യാൻ അടിയന്തിരമായി നിയമനിർമ്മാണം ഉണ്ടാകണം എന്ന് തന്നെയാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.